സാറിന്റെ കൂടെ വളരെ പ്രശസ്തനായിട്ടുള്ള സിംഗർ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള പ്രോഗ്രാമിന് ഞങ്ങൾക്ക് ഒരുമിച്ച് പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ അവിടെ വന്നിട്ട് പ്രോഗ്രാം ഒന്നും ചെയ്യാൻ ഇങ്ങനെ ആകെ ഡെസ്പായിട്ടിരിക്കുന്നു. കാരണം ഞാൻ സൗദിയിൽ നിന്നാണ് വന്നത്, അറിയുമെന്നറിയില്ല. ഞാൻ മുമ്പ് സൗദി അറേബ്യയിൽ അത് പറഞ്ഞപ്പോഴൊരു കാര്യം പറഞ്ഞു, ഞങ്ങൾ ഒരു വേറൊരു ബന്ധം കൂടി ഉണ്ട് കേട്ടോ, ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ എത്തിയിരിക്കുന്നത്. ഇവിടെ അത് പറയണം ഹിറ്റ് എഫ് എമ്മിന്റെ കാര്യം, അത് പറഞ്ഞു തുടങ്ങിക്കോളൂ. ഹിറ്റ് എഫ് എമ്മിൽ ഞാൻ തോൽവി ഏറ്റുവാങ്ങിയ ഞങ്ങൾ രണ്ടുപേരും കൂടെ പാടിയാണ് ഹിറ്റ് എഫ് എമ്മിൽ. അതെ, ഹിറ്റ് എഫ് എമ്മും കൈരളിയും കൂടി ചേർത്ത് നടത്തിയ ഒരു വോയിസ് ഓഫ് യു എ എന്നൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതെ, അന്നാണ് കാണുന്നത്. അന്ന് എന്താ പറയാ, അഭിമാനത്തോടുകൂടി ഞാൻ പറയും വോയിസ് ഓഫ് യു എ ആയിട്ട് എന്നെ തെരഞ്ഞെടുത്തു. തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് ജയദേവൻ പുറകിലുണ്ട്. പക്ഷെ ജയദേവന് ഞാനും പിന്നീട് കുറച്ച് പ്രോഗ്രാം ഒക്കെ ചെയ്തു. പക്ഷെ തോൽവി എന്നല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ജയദേവൻ അതിനുശേഷം ആണ് എന്നെ കുറച്ച് പേര് ഇവിടെ, ഞാനിവിടെ നമ്മള് പാട്ടുകാരനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആൾക്കാരറിയണ്ടേ. അല്ല, ജയദേവൻ അതാണ് സത്യം. കാര്യം എന്താ വെച്ചാൽ നമ്മള് നാട്ടില് നമ്മള് ഈ പറഞ്ഞ പോലെ പിന്നെ ഈ എന്താ പറയാ, ഈ ഗാനമേള യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞ അടുത്ത് നമ്മുടെ ഒരു പൊക്കി കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞ ഗാനമേളയാണ്. അത് കഴിഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നാണ് കുറച്ചും കൂടി നമ്മളെ ആൾക്കാർ, ഇവിടെ ഓഡിയൻസ് സ്നേഹം കൂടുതലാണ്. അതെ, സത്യമാണ് അല്ലേ? ശരിക്കും നമ്മുടെ കാണാൻ വരും. നമ്മള് നാട്ടിലേക്കാൾ എനിക്ക് അത് ഫീൽ ചെയ്തു. ഓഡിയൻസിന്റെ മാത്രമല്ല ചെയ്തത്, നമ്മളൊരു പാട്ട് പാടുന്നു, ഇപ്പൊ അന്നത്തെ ഒരു ആ ഒരു ഇത് കണ്ടു എന്ന് വെച്ചോ, ഇപ്പൊ ഒരു വിന്നർ ആയി എന്ന് കണ്ടോ, അത് ആയിക്കഴിഞ്ഞാൽ അത് ആരാണെന്ന് തെരഞ്ഞു പിടിച്ച് നമ്മളെ അന്വേഷിച്ചിട്ട് വിളിക്കാനുള്ള ഒരു ഇത് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ സ്നേഹം കൂടും, കാരണം നാട് വിട്ട് നിൽക്കുന്നതല്ലേ. ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിവിടെ വന്നതിന് ശേഷം ഞാൻ നാട്ടിൽ ഒരുപാട് പാടിയിട്ടുണ്ടെങ്കിലും യേശുദാസന്റെ കൂടെ ഒരു സ്റ്റേജിൽ പാടാൻ ഇന്നേവരെ പറ്റും. പക്ഷെ ഇവിടെ വന്നിട്ട് അത് ഇവിടെ ഉണ്ടായിരുന്നു, അൽനാസർ ലഷ് ലാൻഡ് വെച്ചിട്ട് ഒരു കൈരളി അവാർഡിനായിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ തബല ബൈജുവേട്ടനാണ്, ബൈജുവേട്ടനാണ് വിളിച്ചത്. മൂപ്പരുടെ അതെന്നിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് മൂപ്പരുടെ കൂടെ പാടാൻ പറ്റി. പിന്നെ വിജയവിശ്വാസം ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ജീവിതത്തിൽ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നത് ശരിക്കും. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങള്. അപ്പൊ നമുക്ക് ഒരു പാട്ട് കൂടി കേൾക്കാനുള്ള സമയമായി തോന്നുന്നു. ഏതാ പാടുന്നത്? ഞാൻ ഇളയരാജ സാർ ചെയ്ത് കണ്ണേ കലൈമാനെ പാട്ട്, ബ്യൂട്ടിഫുൾ സോങ്. പാടിയുണ്ടോ സ്റ്റേജില്? പാടിയിട്ടുണ്ട്, ഫേവറേറ്റ്. ഓക്കെ, അപ്പം അത് കേൾക്കാം അല്ലേ? ഓക്കെ.
പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഇതൊക്കെ അത്രയും മനോഹരമായിട്ടുള്ള ഗാനവുമാണ്. എവർഗ്രീൻ പാടുന്ന സമയത്ത് നമുക്കൊരു സുഖമാണ്, എത്ര കേട്ട് കഴിഞ്ഞാൽ അയ്യോ വേറെ തന്നെ ഒരു ലോകത്തിലോട്ട് നമ്മൾ. സത്യമാണ് സത്യമാണ്. അപ്പം താങ്ക് യു, വളരെ നല്ലൊരു ഗാനം പാടാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷം. അപ്പം ഇനി അടുത്ത വിശേഷങ്ങളിലേക്ക്. നമ്മളെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുനാഥന്മാരാണല്ലോ, അതിനെ കുറിച്ച് ഞാൻ ചോദിച്ചില്ല. അപ്പം എങ്ങനെയാണ് ആദ്യം മുതലേ പാട്ട് പഠിച്ചു തുടങ്ങിയോ? ശരിക്കും വെച്ച് കഴിഞ്ഞാൽ പാട്ട് പഠിക്കാൻ അത് ഞാൻ പറഞ്ഞില്ലേ, ഈ മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയപ്പോഴാണ് പറഞ്ഞത്. എന്നിട്ട് കൊണ്ടു ചേർത്തത് നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു കേളു ഭാഗത്ത് പറഞ്ഞിട്ട് ഒരായിരുന്നു, ട്രഡീഷണൽ ഹാർമോണിയം. അവരുടെ അടുത്ത് പോയി പഠിച്ചു. കുറച്ച് പഠിച്ചപ്പോ പിന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയാൻ എനിക്കൊരു ഗുരുനാഥനെ കിട്ടി, ടി പി ശ്രീനിവാസൻ മാഷ്. ഒരു നല്ലൊരു ഏറ്റവും നല്ലൊരു ഗുരുനാഥൻ ഞാൻ പറയും. നല്ലൊരു ഇതായിരുന്നു. ഇവിടെ അടുത്ത് കുറെ ഇപ്പം മോർ ദാൻ 10 years ഇവിടെ അടുത്തായിരുന്നു പഠിച്ചത്. അപ്പോഴാണ് ശരിക്കും ബേസിക്സ് ഒക്കെ പറഞ്ഞത്. അപ്പം ഇപ്പൊ ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, ഞാൻ എഞ്ചിനീയറിങ്ങിന് ചേർന്നപ്പോ ഒരുവിധം ഞാൻ ഇത് വിട്ടിരുന്നു. അതായത് ക്ലാസ്സിന് പോകുന്നത് നിർത്തിയിരുന്നു, പിന്നെ പോകാൻ പറ്റിയില്ല. പിന്നെ ഇടയ്ക്കൊക്കെ പോകുന്നല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് തുടരാൻ. പക്ഷെ ഇങ്ങനെ അതിൽ ചേർന്ന സമയത്ത് മ്യൂസിക്കിൽ തന്നെ നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ മനസ്സിൽ? സത്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ലൈഫ് എന്ന് പറയുന്നത് നമ്മളൊരു എടുക്കുന്ന തീരുമാനങ്ങളാണ്. എഞ്ചിനീയറിംഗ്, എനിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കുന്നുണ്ടായിരുന്നു, അതിന്റെ സത്യമാണ്. അപ്പൊ അങ്ങനെ അത് എടുത്തു. കണ്ണൂർ എഞ്ചിനീയറിംഗല്ലേ പഠിച്ചത്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ്. കോളേജിൽ എങ്ങനെയായിരുന്നു പാട്ട് പരിപാടികളൊക്കെ? പിന്നെ അതല്ല, കലാപ്രതിഭ എന്നൊക്കെ പറഞ്ഞത് പാട്ടില് മാത്രല്ല കേട്ടോ, ഇങ്ങനെയുള്ളവരൊക്കെ പാട്ടില് മാത്രല്ല, ഞാൻ കേട്ടിട്ടുണ്ട് ബെസ്റ്റ് ആക്ടർ ഒക്കെ ആയിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഒന്നും ഇത് സംഭവിച്ചിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് എല്ലാം പഠിച്ചിട്ടുണ്ട് ആ സമയത്ത്. ഓട്ടം തുള്ളല്, ചാക്യാർകൂത്ത്, ഇതൊക്കെ അറിയാലോ. നമ്മള് ഇതിന്റെ അത് പിന്നെ ഇപ്പത്തെ ഉള്ളവർക്ക്, നാട്ടിലുള്ളവർക്ക് അറിയില്ല. നമ്മളുള്ള സമയത്ത് ശരിക്കും പറഞ്ഞാൽ പങ്കെടുക്കാം. ഞാനും ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, നാടോടി നൃത്തം, ലൈറ്റ് മ്യൂസിക്, ശാസ്ത്രീയ സംഗീതം, ഉറുദു റെസിറ്റേഷൻ, മലയാളം പദ്യം, ഒന്നും പറയണ്ട, വയലിൻ ഒക്കെ ജഗമുഖയായിരുന്നു. ഇവിടുന്ന് അപ്പുറത്തെ സ്റ്റേജിലേക്ക് ഓടുന്നു, ഇപ്പുറത്തെ സ്റ്റേജിലേക്ക്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നാട്ടിലുള്ളവർക്ക് യുവജനോത്സവത്തിൽ ഐറ്റംസ് കുറവാണ് പങ്കെടുക്കാൻ പറ്റുന്നത്. അവർക്ക് ഓരോരോ കാറ്റഗറി ഒക്കെ വെച്ചിട്ട് ഡെഡിക്കേഷനും കൂടുതലാട്ടോ. ഇതൊക്കെ പഠിക്കണ്ടേ, കഥകളി, മ്യൂസിക്, ഓട്ടം തുള്ളല്, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് അങ്ങനെയായിരുന്നു. പിന്നെ ഈ ഹയർ സെക്കൻഡറി പഠിക്കുന്ന സമയത്ത് ആണ് ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു നാടകമുണ്ട്, അതില് അഭിനയിച്ചു ബെസ്റ്റ് ആക്ടർ സ്റ്റേറ്റില്. അല്ല, ഇനി തുടരാട്ടോ, ഇവിടെ ഭയങ്കര സപ്പോർട്ടാണ്. പാട്ട് മതി, ഞാൻ പാട്ടിലൂടെ ജീവിച്ചു പോയിക്കോളും. ഇങ്ങനെ ഇപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഒന്നും വലിയ, ഞാൻ പറഞ്ഞില്ലേ, പറയത്തക്ക റിയാലിറ്റി ഷോസിൽ ഞാൻ അങ്ങനെ ഗന്ധർവസംഗീത പാടിയിട്ടുണ്ട് 2004. അല്ലാണ്ട് ഒരു അങ്ങനെയൊന്നുമില്ല. പക്ഷേ സ്റ്റിൽ ഐ എം ഹാപ്പി. ഹാപ്പിയാണ്. അത്യാവശ്യം നല്ല പാട്ടുകളൊക്കെ പാടും.